ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ രണ്ടാഴ്ചത്തെ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വിരാമിട്ടുകൊണ്ട് വി ഡി സതീശൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മലയാള സിനിമയിൽ ഇതിനു മുമ്പേ മുഖ്യമന്ത്രി പ്രധാന കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ പ്രധാന വിഷയമായിട്ട് വന്നിട്ടുള്ള ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സിനിമകൾ എന്നൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് രാഷ്ട്രം. നമ്മുടെ സുരേഷ് ഗോപി ഒരു മന്ത്രിയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഒരു മുഖ്യമന്ത്രി കഥാപാത്രത്തിനെ അവതരിപ്പിച്ച സിനിമയാണ് രാഷ്ട്രം. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെയാണ് ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള വേഷം ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. 2006 ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ അതേ സമയത്തിനാണ് പതാക എന്ന് പറയുന്ന മറ്റൊരു സിനിമയും അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയും ഒരു രാഷ്ട്രീയ സിനിമ തന്നെയാണ്. ഈ സിനിമയിലും അദ്ദേഹം ഒരു മന്ത്രിയുടെ റോളാണ്, മുഖ്യമന്ത്രിയുടെ റോളല്ല, ഒരു വ്യവസായ മന്ത്രിയുടെ റോളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ രണ്ട് സിനിമകളും അന്ന് അത്ര വലിയ വിജയമൊന്നും ആയിട്ടുള്ള സിനിമകളല്ല. രണ്ടാമതായിട്ട് ചീഫ് മിനിസ്റ്റർ ഗൗതമി 1994 ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണിത്. ഈ പടം KR ഗൗരി അമ്മയുടെ കഥയാണ് പറയുന്നത്. ഗീതയാണ് പ്രധാന കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. KR ഗൗരി അമ്മ CPM നിന്നുള്ള പുറത്തേക്ക് പോക്കും തുടർന്ന് അവർ ഒരു മുഖ്യമന്ത്രിയായി മാറുന്നതുമൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. KR ഗൗരിയമ്മ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടില്ല. ഇത് വെറും ഒരു സാങ്കല്പിക കഥയാണ്. ഗൗരിയമ്മ എന്നുള്ളതിന് പകരം ഗൗതമി എന്നുള്ള പേരാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ സിനിമ ഓഗസ്റ്റ് 1. മമ്മൂട്ടി, സിബി മലയിൽ, SN സ്വാമി കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഈ സൂപ്പർ ഹിറ്റ് സിനിമയിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള KGR എന്ന് പറയുന്ന KG രാമചന്ദ്രന്റെ റോൾ അവതരിപ്പിച്ചിട്ടുള്ളത് സുകുമാരൻ ആണ്. ബ്രിട്ടീഷ് നോവലായിട്ടുള്ള ദ ലേഡി ഓഫ് ജാക്കാളിനെ അവലംബിച്ചിട്ടാണ് SN സ്വാമി ഈ സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടുള്ളത് ക്യാപ്റ്റൻ രാജു അവതരിപ്പിച്ചിട്ടുള്ള നിക്കോളാസ് എന്ന് പറയുന്ന പ്രൊഫഷണൽ കില്ലറുടെ കഥാപാത്രമായിരുന്നു. ഷാജി കൈലാസ് ഈ സിനിമയുടെ തുടർച്ചയായിട്ട് ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വൻ ദുരന്തമായിട്ട് മാറി. നാലാമത്തെ സിനിമ ദ ട്രൂത്ത്. ഓഗസ്റ്റ് 1, ഓഗസ്റ്റ് 15 തുടങ്ങിയ സിനിമയിൽ മുഖ്യമന്ത്രിയെ കൊല്ലാനുള്ള ശ്രമങ്ങളാണ് പറയുന്നുണ്ടെങ്കിൽ ദ ട്രൂത്തിൽ മുഖ്യമന്ത്രിയുടെ കൊലപാതകത്തിന് ശേഷം കൊലപാതകം നടത്തിയിട്ടുള്ള വ്യക്തിയെ പറ്റി, കൊലപാതകിയെ പറ്റിയുള്ള അന്വേഷണമാണ് കാണാൻ പറ്റുന്നത്. മുഖ്യമന്ത്രിയായിട്ടുള്ള മാധവൻ P എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ബാലചന്ദ്ര മേനോനാണ്. ഷാജി കൈലാസ് സംവിധാന ചെയ്തിട്ടുള്ള ഈ സിനിമയുടെയും സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടുള്ളത് SN സ്വാമി തന്നെയാണ്. ഒരു മമ്മൂട്ടി ചിത്രമായിട്ടുള്ള ഈ സിനിമ അന്ന് അത്യാവശ്യം ഹിറ്റായിരുന്നു. അഞ്ചാമത്തേത് രണ്ട് സിനിമകളാണ് ഞാൻ ഒരുമിച്ച് പറയുന്നത്, ലൂസിഫറും എമ്പുരാനും. 2019 ഇറങ്ങിയിട്ടുള്ള മോഹൻലാൽ സിനിമയാണ് ലൂസിഫർ. ഇതിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള PK രാംദാസിന്റെ മരണത്തിന്റെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് പ്രമേയം. രണ്ടാം ഭാഗമായിട്ടുള്ള എമ്പുരാനിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള മുഖ്യമന്ത്രി കഥാപാത്രത്തിനെയാണ് ജിതിൻ രാംദാസ് എന്ന് പറയുന്ന കഥാപാത്രത്തിനാണ് ടോവിനോ അവതരിപ്പിച്ചിട്ടുള്ളത്. ലൂസിഫറിൽ മുഖ്യമന്ത്രിയായിട്ട് കഥാപാത്രം, അതായത് PKR എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത് സച്ചിൻ ഗഡ്കർ ആണ്. ഇദ്ദേഹം ഒരു ഹിന്ദി, ബംഗാളി, മറാത്ത നടനാണ്. കൂടാതെ ഈയിടെ ഇറങ്ങിയിട്ടുള്ള രണ്ട് സിനിമകളാണ്, ഒന്ന് വണ്ണും മറ്റൊന്ന് പ്രതിച്ഛായം. വണ്ണിൽ മുഖ്യമന്ത്രി, വളരെ വിശുദ്ധനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കഥാപാത്രത്തിനെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. ചിത്രം അത്ര വലിയ ഹിറ്റൊന്നും ആയിട്ടില്ല. ഇതുകൂടാതെ പ്രതിച്ഛായ B ഉണ്ണികൃഷ്ണൻ, ബാലചന്ദ്ര മേനോൻ, നിവിൻ പോളി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിയിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് പ്രതിച്ഛായ. മുഖ്യമന്ത്രിയുടെ കഥാപാത്രമായിട്ടാണ് നിവിൻ പോളി വരുന്നത്. ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കഥാപാത്രത്തിനെയാണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ കഥാപാത്രത്തിനെ തന്നെയാണ് ബാലചന്ദ്ര മേനോൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമ ഏകദേശം ഒരു ഉമ്മൻചാണ്ടിയുടെ കഥയുമായിട്ട് സെയിം ഉണ്ട് എന്നുള്ള പേരിൽ പ്രശസ്തമായിരുന്നു. രണ്ട് സിനിമകളും അത്ര വലിയ വിജയമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമ ഏതാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. ബൈ. Let's ignite, dance with me through the night.